അച്ഛാ. എന്താ തുള്ളുന്ന്? പാമ്പ് കടിക്കണ. ഒരു കള്ളൻ ആദ്യം വേണ്ട സ്ഥലകാല ബോധമാണ്. വാ അങ്ങോട്ട് മറിയും തുള്ള. ബെസ്റ്റ് അച്ഛനും മോനും. അച്ഛാ തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന്. അതേടാ, ഞാൻ അവിടെ പോയത് വേറൊരു കോലത്തിലായി. എന്നിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞ് ഇട്ടിച്ച് വേറൊരു കോലത്തിലാക്കി അകത്തുവാക്കി. നാടോടുമ്പോ നടുവേ ഓടണം. ഞാൻ ഓടിയത് കുറുകയാ, അതുകൊണ്ട് മുന്നിലെ മതില് കണ്ടില്ല. കുഴിയിലോട്ടെടുക്കുന്ന പ്രായം കഴിഞ്ഞിട്ടും അച്ഛന് ഞാൻ നീട്ടിത്തന്ന കാലാവധി അച്ഛൻ ദുര്യോഗപ്പെടുത്തി. മാലയും വളയും പിടിച്ചു പറിക്കുന്ന കാലമല്ലിത്, കമ്പ്യൂട്ടർ യുഗമാണ്. ആ കുന്ത്രാണ്ടൊന്നും എടുത്തു പൊക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. അതിരിക്കട്ടെ, മോൻ ഇന്ന് എവിടെയാണ് ഡ്യൂട്ടി? ട്രാഫിക്കിലാ. കാക്കിട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞാൽ നീ കേൾക്കുകയല്ലേ? പിടിച്ചാ പിന്നെ ശിഷ്ടകാലമകത്താ, അതും എന്നോടൊപ്പം. ഭീരുക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ആയാലും മരിക്കുമല്ലോ. ഇവിടത്തെ പോലീസിനെ തല്ലുകൊണ്ടാ മരിക്കുകയല്ല, അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുകയല്ല, ചളങ്ങി അങ്ങനെ കിടക്കും. അതിലും ഭേദം ആത്മഹത്യ ചെയ്യും. അച്ഛന്റെ മണ്ടയല്ല എന്റെ മണ്ട. പിന്നെ ഏത് മണ്ടയിലെയാ? തെങ്ങിന്റെ മണ്ടയല്ല. അച്ഛൻ ആ ഡ്രസ് വാടകയ്ക്ക് എടുത്ത സ്ഥലത്ത് ഒരു ജോഡി പോലീസ് ഡ്രസ് വാടകയ്ക്ക് എടുത്ത് തന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ, നിനക്ക് അവിടെ നേരിട്ട് ചെല്ലാൻ പറ്റിയല്ലേ? ഇതെന്താ ബാലകൃഷ്ണ സാറിന് ട്രാഫിക്കില്? എവിടെ മാറട്ടെ? എന്റെ കുട്ടി അവൻ വൈകിട്ട് വീട്ടിലേക്കല്ലേ വരണേ. ഞാനൊന്ന് പോയിട്ട് വരാം, ചൂടൊന്ന് സമയം കളയണ്ടല്ലോ. സാറേ, ഞങ്ങൾ വരുന്ന വഴിയാ. കൊച്ചമ്മ ഗീതക്കുഞ്ഞ് കാറിലുണ്ട്. സാറെന്താ ഇന്ന് ട്രാഫിക്കില്? ഗീതക്കുഞ്ഞ് കൈ കാണിക്കുന്നു. എന്നാ ഞാൻ എന്ത് പറഞ്ഞു? എന്റെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാലും എന്നെ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിച്ചില്ലെന്നേ. ഭയങ്കര ഗൗരവം. അതവരുടെ അച്ഛനും അങ്ങനെ. ഡ്യൂട്ടി സമയത്ത് ഫാമിലി ലോഗ്യം പറയുന്നത് ഇഷ്ടവേ അല്ല. എന്നാലും അച്ഛനെ പോലാണോ കൊച്ചമ്മയെ മൂസ? എന്നോട് അങ്ങനെ പറയാവോ? മതി മതി, വണ്ടി എടുക്ക. കാക്കി കേറുമ്പോ മനുഷ്യന്റെ സ്വഭാവം മാറും. തിരിഞ്ഞു. ഹലോ ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ എത്തിയല്ലേ? എത്തിച്ചു. നന്നായി. ആൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ മറന്നു പോകുന്നു, മറക്കുകയായിരുന്നു. സാധനം ലഗേജ് പുറകെ വരുന്നുണ്ട്. ഒച്ച വരും മുന്നേ, ആന വരും പിന്നെ എന്നാണല്ലോ. കൊറേ ഉണ്ടാവുമല്ലേ? എപ്പ വരും? പെട്ടികൾ. പെട്ടി അത് പെട്ടി എടുക്കാൻ അടിയോടി വരട്ടെ. വരിക. ഇത്രയേ ഒപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പ കുറച്ചുകൂടി പറഞ്ഞോളൂ, ഇനി സമയമുണ്ടല്ലോ പറയാൻ. മിസ്റ്റർ സത്യേന്ദ്രന്റെ മലയാളം നന്നായിട്ട് അറിയാമല്ലേ? നിങ്ങൾക്ക് ഏത് മലയാളമാണ് വേണ്ടത്? കോഴിക്കോട്, കൊയിലാണ്ടി, തിരൂര്, മലപ്പുറം, കുന്നംകുളം, ചാവക്കാട് വഴി തിരുവനന്തപുരം ലാൻഡ് ടിവിയിൽ കമ്മൽ. തമാശ കാരണം കൂടെയാണല്ലേ? ഞാൻ വിചാരിച്ചു പുറം രാജ്യത്തൊക്കെ ആവുമ്പോ മലയാളം അറിയില്ല എന്ന് പറയുമെന്ന്. ഒരു തമാശ. നന്നായിട്ട് പാടുമല്ലേ? നന്നായി പാടാറുണ്ട്. അല്ല, നന്നായി പാട്ട് പാടാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇല്ല, അല്ല, പാട്ട് പാടുന്ന കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ കാറി പോകുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കുന്നത് ഒരു സുഖമല്ല. എന്താ സംശയം? ഒന്ന് പാടുവോ? താനിപ്പോ എന്താ പാടിയേ? എന്താ പാട്ട്? ശൈലേക്ക് വേറെ പാട്ട് പാടോ? റോഡിനകത്ത് കയ്യിൽ കയറുമായി സുന്ദരി നിർത്തിയാൽ താൻ ആരാ? സത്യേന്ദ്രനാ? സത്യേന്ദ്രനാണെന്ന് താൻ എന്റെ കാർ കയറിയ? ഞാൻ പറഞ്ഞ സത്യേന്ദ്രനാണ്. താൻ ഏൽപ്പിച്ചേ തരം പറയരുത്. ഞാൻ സദാ ഹുസൈന്റെ മകൻ അബ്ദുള്ള. തന്റെ ഫാമിലി ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ടാവും. ഇവിടെ വെച്ച് പറയണ്ട, വീട്ടിൽ വന്ന് പറയണ്ട.
തിരിച്ചു പോകാൻ ഓട്ടോറിക്ഷ ചെല്ലും താജേട്ടാ. തനിക്ക് ആട്ടോ, ഞാൻ ആടി നിൽക്കുക, നടന്നു പോടോ. സുഭദ്രയോട് ഞാനിനി എന്താ പറയാ? ഞാൻ പറയാ പോടോ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണോ തിരിച്ച് ബംഗ്ലാവിലേക്ക് പോണോ? സത്യേന്ദ്രൻ എവിടെയെന്ന് വെച്ചാ സുഭദ്രയോട് എന്താ പറയാ? കെട്ടിയെടുത്തോ? ഓ ദൈവമേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഈ നട്ടപ്പാരാർ എവിടെയായിരുന്നു? പച്ചക്കറി വെച്ച് പിടിപ്പിക്കായിരുന്നു. എന്റെ വർത്തമാനം കേട്ടതോ നിന്റെ തന്ത അമിട്ട് തങ്കപ്പം നട്ടുണ്ടാക്കിയാണ് ഇതൊക്കെ. രാവും പകലും ഇല്ലാതെ അധ്വാനിച്ച് കട്ടുമുടിച്ച് ഓരോന്ന് തൊള്ളക്കറ്റം കൊണ്ടുവരുമ്പോ നീ എന്റെ മെക്കിട്ടോടെ ഭൂതന്നെ. ഓ നട്ടപ്പാരാക്കി വില്ലടിച്ചമ്പാട്ട് നിൽക്കാതെ എന്തെങ്കിലും നക്കി വെച്ച് കിടക്കാൻ നോക്കും മനുഷ്യ. ഓ നീ എന്നെ കിടത്തും നീ എടേ ചവല പിശാചേ. രാവിലെ പുഴുങ്ങി തിന്നെ ഒരു കർഷകന്റെ വേദന. മനുഷ്യ കച്ചവടം പറഞ്ഞ് എറിഞ്ഞ് കിടക്കുന്നു. എന്നിട്ട് ഇതേവരെ നല്ലൊരു കൊല തരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, സമ്മതിച്ചു. എത്ര വെറൈറ്റി കൊല കിട്ടിയാലും നീ തൃപ്തിപ്പെടില്ല എന്നുള്ള എനിക്കറിയാം. നിന്റെ ആദ്യ ഭർത്താവ് ചെട്ടിയാർ ഒരു ഫ്രീ കുട്ടിയടക്കം നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ച് അന്ന് തുടങ്ങി എന്റെ പവന. എന്നെ കൊണ്ട് കിടക്കാൻ നോക്കും മനുഷ്യ. പറയാനുള്ള മുഴുവൻ പറഞ്ഞു നീ കിടന്നാ മതി. റബ്ബർ പോലെ പൊതുതാന്നിരിക്കുന്ന നിന്നെ എങ്ങനെ ചവിട്ടിക്കൊള്ളാനാടി? എടാ തന്തേ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഞങ്ങൾ പിള്ളേർ കിടന്ന് ഉറങ്ങണം. എടീ ആ പാഴ്വളച്ചൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ എനിക്ക് ഉറപ്പായി അവനെ എണ്ണ ചെട്ടിയാരുടെ മോൻ തല്ലേ. ഇപ്പോഴാണ് മനസ്സിലായത്. എന്റെ കൈ കൊണ്ട് ദിവസം ഒന്ന് കെട്ടിയാലേ ഉറങ്ങുള്ളൂ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? പൊന്നവേ ഹലോ ബേബിചാനാ? ആ ഞാനാ ബോബി. ബേബിചാനെങ്കിൽ എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീ തന്നെയാണോ? അതെ ബേബിചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അല്ല പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? ഓ ഓ ഓ ആ കഥ അത്ര വിശ്വസനീയമല്ലായിരുന്നു. എന്റെ ബേബിചാ ഒന്ന് ആലോചിക്കണം. ഞാൻ സുശീലയുടെ കാര്യവും സുധയുടെ കാര്യവും കോളേജിലെ പ്രിൻസിപ്പലിന്റെ അനിയന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നീനായിട്ട് എപ്പോഴെങ്കിലും ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബേബിചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ് ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭം ഉണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട. നിന്നെ ഊരിക്കത്തില്ലടാ തെണ്ടി. നീ ഊരി നിന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ് ഒരാൾക്കും അറിയില്ല, ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരേടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ വെച്ചാൽ എല്ലാരും അറിയും. ഒരു നഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകാം. ഗർഭമായതും പോരെ, അതാരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക്ക ചെയ്യും. കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കർ സാറിനെ നോക്കുന്ന കണ്ടോ? ഇതാ പറഞ്ഞത്, വലിയ പണക്കാർക്ക് ജോഗിങ് നിർബന്ധമാണെന്ന്. വന്നേ സാർ, ഇത് നമ്മുടെ പുത്തമ്പടക്കാരൻ പണിക്കരല്ലേ? കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നു. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? സോറി സാർ. സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞു. ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല.
ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാർ നോക്കിക്കോ, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും. ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ഇംഗ്ലീഷ് ക്ലാസ് 2 ആഴ്ചക്കകം തുടങ്ങും. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും VIPസിനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടും. ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്, മുതലാളി ഒഴികെ. ഇനി അത് പാടില്ല. ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്താൻ അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ രണ്ട് പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ, എനിക്ക് പ്രശ്നമില്ല. പറയുന്നു. ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും മരപ്പട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിതാരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടട്ടോ. പോരെ, ഇത് പോരെ. പിന്നെ നാളെയാണ് കമലാസനം വരുന്നത്. ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണാലോചന കലങ്ങി പോകും. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിസിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിങ്ങിന് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ, വണ്ടി എടുക്കൂ. കേറി കൊടുക്കണം. വേണ്ട. വമ്പിച്ചാടായ വിൽപ്പനയും സോപ്പ് ചീപ്പ് കണ്ണാടി മുതൽ നിങ്ങളുടെ ഭവനത്തെ അലങ്കരിക്കുന്ന പ്രതിമകൾ വരെയുണ്ട്. പ്രശസ്ത സിംഗപ്പൂർ ശില്പിയായ ഗസ്റ്റോ ഗൽബോർഡ് ഗോണോസ്കിയുടെ മനോഹരമായ കരവിരുതിന്റെ അത്ഭുതകരമായ മാൻഡ്രക്കിന്റെ പ്രതിമ. കടന്നു വരൂ. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാവം പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ വന്നട്ടെ. കടന്നു വരൂ. കണ്ടില്ലേ, ഏതോ താങ്കളുടെ വീട്ടിലെ കാരണവരാ വട്ട് പിടിക്കുന്ന തോന്നെ. നോക്കി നിൽക്കാതെ കടന്നു വരൂ. കടന്നു വന്നല്ലോ. എന്താ സാർ വേണ്ടത്? ആ പാവ വേണം. ഇതും. സാർ, ഈ പ്രതിമ തരട്ടെ സാർ. സന്തോഷമായിട്ട് ഏറ്റുവാക്കണം സാർ. ഇഷ്ടമുള്ള തന്നാൽ മതി സാർ. വേണ്ട, 2 രൂപ എത്രയായി? ഇത് 35 രൂപയെ. 35? ഒരു 10 രൂപ തരട്ടെ. 10 സാർ, ഈ പ്രതിമ സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം സാർ. ഒന്നും തരണ്ട സാർ. വേണ്ട സാർ, നല്ല പ്രതിമയാണ് സാർ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാർ, നല്ല പ്രതിമയാണ് സാർ. നല്ല മൊട്ടത്തല. വമ്പിച്ചാടായ വിൽപ്പനയും. കടന്നു വരൂ. പ്രശസ്ത പേര് മറന്നുപോയല്ലോ. സിംഗപ്പൂർ ശില്പിയായ ഗ്ലാസ്നോസ് കുളിനോസ്കി നിർമ്മിച്ച ഈ പ്രതിമ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുക. ആരും പണം തരേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ, പണം തരേണ്ട കാര്യമില്ല. ഫ്രീ. കടന്നു വരൂ സുഹൃത്തുക്കളെ, കടന്നു വരൂ. ആർക്കും വേണ്ട മുതലാളി. ആർക്കും വേണ്ട ഈ പ്രതിമ. ഒരു പൈസ തരണ്ട, വെറുതെ എടുത്തോളൂ. പൈസ തരണ്ട, ഒഴിവാക്കി തരൂ പ്ലീസ്. മുതലാളി, വെറുതെ കൊടുക്കാവെന്ന് പറഞ്ഞിട്ട് പോലും ഈ എരണം കെട്ട കുണ്ടത്തിനെ ആർക്കും വേണ്ട. നമുക്ക് ഈ കച്ചവടമൊക്കെ നിർത്താം. ഇതിനെ മുതലാളിയുടെ പട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാം. പട്ടി? എന്റെ പട്ടികളെ പറയുന്നോടാ? എന്നെ പട്ടിന്ന് വിളിച്ച് എല്ലാം ചുരുട്ടി എടുക്കട്ടെ. എടുക്ക. മുതലാളി, മൊട്ടയടിച്ച ഒരു ഒഴിയാ ബാധയെ മൊത്തമായിട്ടും ചില്ലറയായിട്ടും കൊടുക്കാനുണ്ടെന്ന് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മിണ്ടാരിയോ, ഈ സാധനം കൈ കിട്ടിയപ്പോഴേ നീ കാലക്കേടാ. ഇതും കൊണ്ട് നീ വീട്ടിനകത്തോട്ട് കയറിയാൽ എന്റെ നായ്ക്കൾക്ക് എന്തെങ്കിലും മുതലാളി, നായ്ക്കള് കോറസ് ആയിട്ട് ഓരിയിടുന്നുണ്ടല്ലോ. ഈശ്വര, എന്റെ സംശയം ശരിയായിരുന്നു. ഇതിലുള്ള ബാധയെ കണ്ടിട്ടാണ് ഓരിയിടുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കാനാ? പ്രതിമയ്ക്ക് ബാധ ഓതിരോ, മണ്ണാങ്കട്ട, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാ. സൂപ്പർ സാറ്റിസ്ഫാക്ഷൻ. ഒരാളി രണ്ടും കൽപ്പിച്ച് വീട്ടിനകത്തോട്ട് കയറിയട്ടെ. പട്ടികൾ ചാവാണ് ഞാൻ കുളിച്ചിട്ടുള്ള, അല്ലെ ഉപ്പിലിട്ട് വെച്ചോളാം. ഉപ്പിലിടുന്നു? അതെ, ഉപ്പിനകത്ത്. ബ്ലഡി ഫൂൾ. ചകിക്കൊള്ളുന്ന വർത്തമാനം പറയലടോ. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ വിശ്വസ്ത സേവകനാണെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീർച്ചയായും അനുസരിക്കും. നേരും നിറയും കൂറുമുള്ള ഒരു തൊഴിലാളിയുടെ കടമയല്ലേ അത്? എന്നാൽ നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. മുതലാളി, പട്ടികളെ രക്ഷിക്കാൻ പട്ടിണി പാവമായി പണിക്കാരനിട്ട് തന്നെ പാര പണിയണം. മുതലാളി, നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്നല്ലേ പറഞ്ഞത്? എന്തെന്താ എന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞുടാ. പറഞ്ഞു. എന്നാലും ഇത്ര അനുഭവിച്ച സ്ഥിതിക്ക് ഇതിനെ എനിക്ക് സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചെങ്കിലല്ലേ മുതലാളിയെ വിട്ട് ബാധ എന്നോടൊപ്പം പോരത്തുള്ളൂ. നിനക്ക് സന്തോഷമുണ്ടായാൽ ഇത് സ്വീകരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. തീർച്ചയായും ഇല്ല. പക്ഷെ എനിക്ക് സന്തോഷം ഉണ്ടാവണ്ടേ? നീ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ചിലപ്പോ വന്നാലോ. ബുദ്ധിമുട്ടാ.
എന്നാ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ശ്രമിച്ചു നോക്ക്, വരണമെങ്കിൽ വരട്ടെ. നീ റെഡിയല്ലേ? ഞാൻ റെഡിയാ. പണം ഒരു പിശാചാണെന്ന് പറയുന്ന ഇതുകൊണ്ടാ. ഹരിതാത്തതൊക്കെ ചെയ്യിക്കാൻ അതിന് വിരുത് കൂടും. റഷ്യയിൽ ആരോ പറഞ്ഞതുപോലെ മുതലാളിയുടെ സന്തോഷമാണ് തൊഴിലാളിയുടെ സന്തോഷം. ഇനിയിപ്പൊ ഇവിടെ ഈ വാടക വീട്ടിൽ ഒറ്റത്തടിയായി കഴിയുന്ന എന്റെ സന്തോഷം ദുഃഖമായാലെന്ത്? പിന്നെ ഭാര്യ, അവക്ക് ജീവിക്കാനുള്ളതുണ്ട്. നിനക്കും ഭാര്യയ്ക്കും ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് ഞാനുണ്ട്, എന്റെ പണമുണ്ട്, എന്റെ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഈ ഓമനക്കുട്ടൻ തെളിയിക്കും മുതലാളി. നീ ഇതും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് തെളിയിക്കാൻ ശ്രമിക്കണ്ട. വീട്ടിൽ പോയിക്കോ. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം. അയ്യോ, നാളെ വരണ്ട, മറ്റന്നാൾ വരണ്ട. ഇപ്പൊ ബാധ നിന്റെ കൂടെയാ. ഇനി നീ ഓടിക്കുന്ന വണ്ടി ആക്സിഡന്റ് ആവും. ഞാൻ ഇനി വേറെ ഡ്രൈവർ വെച്ചോളാം. അപ്പൊ മുതലാളി എനിക്ക് പണം തന്നെ സന്തോഷിപ്പിച്ചത്? തന്ന പണം പിരിഞ്ഞു പോകാൻ അലവൻസ്. ഇത് ചതിയാണ്, കൊടും ചതി. മുതലാളിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച എന്നോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ ഇന്ന് മറ്റാരെങ്കിലും സന്തോഷപൂർവ്വം ഇത് സ്വീകരിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ നീ ജോലിക്ക് വന്നോളൂ. എനിക്കൊരു വിരോധമില്ല. എന്റെ പട്ടി വരും. എന്നാൽ നിന്നേക്കാൾ സ്നേഹത്തോടെ ഞാൻ അതിനെ വളർത്തും. മുതലാളി ആലോചിച്ചിട്ടാണ് പറയുന്നത്. ഓ, ആലോചിച്ചിട്ട് എന്നാ പറയുന്നത്? സത്യമാണോ? ഈ മാരണം കൈ വന്നതോടുകൂടി എന്റെ പണി തെറിച്ചു. ദൈവമേ, വിശ്വസിക്കാനും വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. എന്തെങ്കിലും ഒരു പോംവഴി കാണണം. എന്ത് പോംവഴി? ഇതാര് കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. എന്തൊക്കെയുണ്ട് അച്ചായ വിശേഷങ്ങള്? ദുബായിൽ നിന്ന് ജോസ് അച്ചായന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദേവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. 5 മാസമായി വാടക വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. അച്ചായന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ 5 മാസത്തെ വാടക അച്ചായൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് 2 മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് വന്നാൽ മതി. അച്ചായൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണിത്. രാജകുലോത്തുംഗമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതിയോ ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കിച്ചായാലും ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മൊട്ടത്തലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല. പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുക. എന്റെ തല പൊട്ടിയെന്നാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ. നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തള വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറിച്ച് നോക്കുന്നുണ്ടല്ലേ? ആനുഷ്യത്വമില്ലാത്ത പിശാച്. എടാ
നിനക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോടാ. നീ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠൻ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തേണ്ടി. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. ഇന്ന് മൂന്നിന്റെയും കട്ട പോകാം. ഈ ദ്രാക്ഷയും ജിൻറാളപ്പഴവും ചേർത്ത് കശക്കി ഒരു സ്പെഷ്യൽ വാറ്റുണ്ട്. അത് അര ഗ്ലാസ് വീതം മാതളത്തിലെ തൊഴിലൊഴിച്ച് ഒരേ ഒരു പിടിയാ താളവാടി മുഴുവൻ അകപ്പുറം അറിയും. അത് താനൻ വീരണ്ണൻ ഡ്രിങ്ക്. ഇതെല്ലാം ഡ്രിങ്കാ. കൊള്ളില്ലാതെ പറയുകയും ചെയ്യും മോന്തുകയും ചെയ്യും. ആരായി വീരണ്ണൻ? വീരപ്പൻ, സാക്ഷാൽ വീരപ്പൻ. ചോദിക്കുന്നുണ്ട്, നീരസം തോന്നരുത്. അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് ചോദിക്കുകയാണ്. ചോദിക്കേ. സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട്? നീ എന്നെ അന്തമാര് കേക്കരുത്. നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പയല. തമിഴ്നാടുള്ള കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ. കടവുൾ കഴിഞ്ഞാൽ അവരതാൽ இந்த ഉലകത്തിലെ എനിക്ക് പെരിയവൻ ഒഴിയടാ. അലയാ കരിമീൻ ഫ്രഷ് ആണോ? വലക്കാരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിയതാ. ആ അല്ലെങ്കിൽ വയറ് കൊളാവേ. എങ്കിൽ പിന്നെ അതെടുത്ത് ഞണ്ണണ്ടാന്ന് വെച്ചാ പോലെ. താൻ എന്തിനാ എല്ലാ കാര്യത്തിലും ഇടപെടുന്നേ? ഇടപെടുകയല്ല, പറഞ്ഞു പോവുകയാണ്. അടുത്ത പ്രാവശ്യം നിങ്ങൾ അളിയന്മാര് വരുമ്പോ ചാലിയാർ പുഴയിലെ കരിമീൻ വിത്ത് ഫാമിലി ഈ കുളം നിറയെ ഇങ്ങനെ പൊളഞ്ഞു കിടക്കും. പൊരിച്ചു തരാം. നിർത്തടാ, അധികം പൊളയണ്ട. ഇവനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ദൂഷ്യം ചെയ്യും. ഈ റാസ്കൽ നിന്നെ ഏതെങ്കിലും ഊരാക്കൂട്ടത്തിൽ കൊണ്ട് ചാടി. കുട്ടിമാമി ഇവിടെ വന്ന് നിക്കാ. വാ, ഊഞ്ഞാല് കെട്ടിത്താ. ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. അളയാ, സ്റ്റഫ് കഴിഞ്ഞു. അടുത്ത ബോട്ടില് ഞാനിവിടെ എത്തിക്കാം. ആ ഓക്കെ ഓക്കെ. പരമഭാഗ്യവാന്മാർ. മദ്യപാനം, മൃഷ്ടാന്ന ഭോജനം, സഹശയനം, ഭാര്യാഗ്രഹം. എന്റെ വീരണ്ണം കഴിഞ്ഞാൽ ശുദ്ധനായിട്ടൊരാൾ വേറെ ഉണ്ടെങ്കിൽ അത് ദേവനാ. അത് ശരിയാ. ഈ പോക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം അവനും എടുക്കും AK-47. മൂന്നിനെ ഒരു നിരത്തും തണ്ണീർ മൊത്തം ചെതറുന്ന പോലെ ചെതറി കുളത്തിൽ കിടക്കും. ചതറൻ കുടിച്ചാൽ ഇല്ലേലും ഇവൻ ചത്ത്. അത് താനോ അതോ വീരപ്പൻ? ആദ്യം ഞാനാടും. ഒന്നും മിണ്ടാതിരിക്കടി. ഇള്ള കുട്ടിയല്ലേ ഊഞ്ഞാലാടാ. കുട്ടിമാമ എന്നെ ആദ്യം ആട്ടണം. അതേടാ, നിന്നെ തന്നെയാണ് ആദ്യം ആട്ടാൻ പോണത്. നിർത്ത്. സ്റ്റോപ്പ്. ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപ്പുര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷിയാണ് ഞാൻ. അതുകൊണ്ട് ഈ ഊഞ്ഞാല് ദാസൻ ഉദ്ഘാടനം ചെയ്യും. ദാസനല്ല, കള്ളദാസൻ. വെള്ളം അടിച്ചിട്ട് ഊഞ്ഞാലൊക്കെ ആടണോ? നിനക്കറിയില്ല, രണ്ടെണ്ണം വിട്ടിട്ട് ഊഞ്ഞാലാടുമ്പേ ഭൂമിയുടെ ഷേപ്പ് മനസ്സിലാവും. ആട്ടിക്കോ ദാസേട്ടാ. ആട്ടിക്കോ. ഇതെന്ത് തൊട്ടില്ല? ആട്ട് പറയട്ടോ ഞാൻ. പെണ്ണിലെ തൊട്ട് ആട്ട് ഭൂമി ശുദ്ധി വരാതെ പറയട്ടെ. പറന്നിരിക്കുക, ആകാശം തുടരണം.
അയ്യോ നോക്കടാ, യുദ്ധഭൂമിയിൽ യോദ്ധാവിന്റെ തല മാത്രം അറ്റു കിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറമ്പില്ല പുകർത്തും പറയാതെ യോദ്ധാവിന്റെ ഉടല് മണ്ണും കടി കൊണ്ടറാ. അയ്യോ നമുക്ക് പൊക്കിയെടുക്കാം. പിടിച്ചോ. Sorry, you don't pull. Everybody has pulled me. Please, sorry. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡേസി കണ്ണടച്ചോ. റബ്ബർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കുന്നു. നാണം കെട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ എന്റെ ജീവിത പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നോക്കി അച്ഛൻ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലഞ്ചിയെ ഒന്ന് ഒഴിവാക്കി തരണം. നീ സമാധാനമായിട്ടിരിക്കുക തങ്കച്ച, ഒരു പോംവഴി ഉണ്ടാക്കാം. എനിക്ക് ഈ ഷാപ്പ് പണിയല്ലാതെ മറ്റൊരു പണി അറിയില്ലെന്ന് അച്ഛൻ അറിയാവുന്നത്. അതെനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഇറങ്ങി തിരിച്ചേ. എന്നാൽ അച്ഛൻ ചെല്ലേ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ. നമസ്കാരം. തങ്കച്ചോ, ഇങ്ങോട്ട് വരൂ. തങ്കച്ചു, മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയണത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനിങ്ങനെ തള്ളി പറയാ. നിനക്കത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അച്ഛോ, മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, വിഷമദ്യമേ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൽ വിരോധമുണ്ടോ മംഗലഞ്ചി? ഒരു വിരോധമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. എന്നേക്ക് ഈ പരിപാടി നിർത്തി ഇവിടുന്ന് മടങ്ങി പോവാ. എപ്പോ വേണേലും പോകാൻ വാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നേക്കുമായി ഈ ഷാപ്പ് അടപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കൂ. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു മദ്യവിരുദ്ധ പ്രതിജ്ഞ മുഴുവൻ ഗ്രാമവാസികളെയും ചേർത്ത്, അതിനും പരിപാടിയുണ്ട്. ഇനി എന്താ അറിയണ്ടേ? മംഗലഞ്ചി, ഞാൻ എല്ലാവരുടെയും കാല് പിടിക്കുകയും നെഞ്ചത്തടിച്ച് കരയും ചെയ്താൽ മനുഷ്യത്വത്തിന്റെ പേരിൽ മനസ്സലിഞ്ഞ് ഇവിടുന്നൊന്നും പോവോ? ഇല്ല. താൻ ഇവിടെ ആത്മഹത്യ ചെയ്ത് കാണിച്ചാലും സമരത്തിന്റെ ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിക്കില്ല. ഞങ്ങളുടെ തീരുമാനം ഉറച്ചതാണ്. പാറ പോലെ? അതെ. ഇനി എന്താ തനിക്ക് അറിയാനുള്ളത്? ഇനി അറിയാനൊന്നുമില്ല, രണ്ട് പറയാനാണുള്ളത്. ഒരു തൊഴിലെടുത്ത് ജീവിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ലാതെ മറ്റു പലരെയും പോലെ വേഷം കെട്ടി പാവങ്ങളുടെ അണ്ണാക്കിലൂടെ ഇറങ്ങുന്ന ആഹാരത്തിന് ക്ലിപ്പിടാത്താണോ ഞാൻ ചെയ്ത തെറ്റ് മംഗലഞ്ചി? മനുഷ്യ, മാനം ഇടിഞ്ഞു വീണാലും മല മറിഞ്ഞു വീണാലും മാനവരാശിയുടെ മുഴുവൻ മാറ്റത്തിനായി നടത്തുന്ന ഈ മഹാസംരംഭം മംഗലഞ്ചി മാറ്റിവെക്കില്ല. ഇല്ല, നിങ്ങൾ മാറ്റി വെക്കില്ല. എന്റെ മംഗലം ഉടയ്ക്കാനല്ലേ മംഗലഞ്ചി തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഒരു കാര്യം ഓർത്തോളൂ, ഒരു വിപ്ലവകാരിയും സ്വയം ജനിക്കുന്നില്ല. പട്ടിണിയിൽ നിന്നും പരിവട്ടത്തിൽ നിന്നാണ് വിപ്ലവം ഉണ്ടാകുന്നത്. എന്നെ ഒരു വിപ്ലവകാരിയാക്കി മാറ്റരുത്. എന്നിലെ സിംഹത്തിൽ നിങ്ങൾ ഉണർത്തരുത്. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. ശരി ശരി ശരി.
നമ്മൾ തമ്മിൽ ഒരു പണക്കമില്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താം. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൻ ഊരിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ ഈ ഭൂമിയിലെ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ച് ഒന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. ഭാര്യാകാമുകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, ഈ ബില്ലൊന്നുണ്ട്. I'm sorry, I forgot. Okay. Wait a minute. Okay, give it. Thank you. Well disciplined man. Okay. Cheers. Cheers. ചോദിച്ചറിയാം, ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് സമ്മതിക്കില്ലേ അവനൊക്കെ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യ് വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഈ സാധനത്തിനെ കാണാനില്ലല്ലോ. മണി 10 എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ. 2 മണിക്കൂർ കഴിഞ്ഞ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്ക്. ഏറ്റുമോനാളി നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ? കുറെ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ലിസ്റ്റ് അപ്പൂട്ടിന്റെ കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പോഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് കോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. എന്തോ വിളിച്ചത്? മാഡം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ റെസ്പെക്ട്ലി. താൻ അങ്ങനൊന്നും എന്നെ വിളിക്കണ്ട, ചേച്ചിന്ന് വിളിച്ചാ മതി. അവന്റെ ഒരു റെസ്പെക്റ്റില്ലേ. സമയായി. എന്തോന്നെ? ഞാനും വരുന്നു, എന്നെ സ്റ്റുഡിയോയിൽ ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ല മോളെ, ഫോട്ടോ നാളെ വാങ്ങിയപ്പോ. എന്താ അച്ഛാ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഹീസ് അലോൺ ഹിയർ. ഒറ്റയ്ക്കല്ലേ? അയ്യോ, ഒറ്റയ്ക്കല്ലേ? ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ വാ മോളെ. പാടാപ്പുകുട്ടാ. മോളെ, അച്ഛൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. ഓക്കേ. സമാധാനായി. സമയമായി. അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടൂ. തല ഉയർത്തിപ്പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കണ്ടിടൂ. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കെ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് തോന്നുന്നു. സിഡും സാർ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഇതാരാ? എന്റെ ഭാര്യ. ഓ, കണ്ടപ്പോ എനിക്ക് തോന്നി. ഞാൻ ഗണപതി, ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം.
ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികൾ ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി സാറിന്റെ മകളുടെ പേരില. നിങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ബാനു പണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റേതും വലിയ കുടുംബമാ. അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാ. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവർ വിമൻസ് ക്ലബിൽ കുക്കിംഗ് ഗ്യാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാണ്. കുക്കിംഗ് വെക്കാനും ഗ്യാസ്. സാറിന്റെ ഭാര്യയെ കണ്ട കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ചേട്ടാ, ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ആ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി, ചാന്ത്, പൗഡർ, തലയിലെ പേമ്പൊന്ന് മരുന്നും ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പുക്കുട്ടനെ കാണാനില്ല. ഞാനെന്തെടുത്തു? തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരുന്നാണോ? എന്താ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? അങ്ങനൊന്നുമില്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടമ്പുളിയിട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വലിയ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാർഗവന്? കാർത്തിയാനി എന്തോ ചായ കൊണ്ടുവരൂ. ഇപ്പൊ കൊണ്ടുവരാം. പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ? അയ്യോ, ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ, കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നവരാ? ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്. ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അപ്പൊ ചായ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഹോ, ദൈവം തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തില്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണം. അയ്യോ, മുതലാളി ചതിച്ചു, തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു പാക്കിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. പുറപ്പെട്ടു പോയതാണോ, എല്ലാവരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കാവോ, അതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോഴോ?